Welcome back to another video of AE Learning Hub. In this video, we are going to start Kerala Reader English Standard 5. We are going to deal with first unit, the mirror. Look at the cartoon on page number 7. This cartoon shows the reaction of the viewers when the first ever motion picture was shown in Paris. It was a 50-second long film directed by Lumiere brothers, January 25th, 1896. You can see a cartoon, right? നിങ്ങൾക്ക് ഇവിടെ എന്ത് കാണാം? ഒരു കാർട്ടൂൺ കാണാം അല്ലേ? A train is coming on a screen and some people are running. കുറച്ച് ആളുകൾ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? ഓടിപ്പോകുന്നതാണ് നിങ്ങൾ കാണുന്നത്. എന്താ അത് സംഭവം? 1896 ലൂമിയർ ബ്രദേഴ്സ് സംവിധാനം നിർവഹിച്ച ആദ്യത്തെ ചലിക്കുന്ന ചിത്രം എന്ന് വെച്ചാൽ വീഡിയോ അടിസ്ഥാനമാക്കിയിട്ടുള്ളൊരു കാർട്ടൂണാണ് മുകളിൽ നൽകിയത്. 50 സെക്കൻഡുകൾ മാത്രമാണ് എന്ത് ആ വീഡിയോയുടെ ദൈർഘ്യം എന്ന് പറയുന്നത്. ആ ഒരു ചിത്രം, അതായത് ആ ഒരു വീഡിയോ പാരീസിൽ പ്രദർശിപ്പിച്ച സമയത്ത് പ്രേക്ഷകരിലുണ്ടായ പ്രതികരണമാണ് എന്ത് ചെയ്യുന്നത് ഈ കാർട്ടൂണിൽ കാണിക്കുന്നത്. അതായത് ആദ്യമായിട്ടാണ് അവിടുത്തെ ആളുകൾ എന്ത് കാണുന്നത്? വീഡിയോ കാണുന്നത്. ആ വീഡിയോയിലൊരു ട്രെയിൻ ഇങ്ങനെ വരുന്ന ഒരു വീഡിയോ ആണ് അവർ കാണുന്നത്. അവർ വിചാരിച്ചു ഒരു തിയേറ്ററിൻ്റെ ഉള്ളിലാണ് വിചാരിക്കുക. അവർ വിചാരിച്ചു ഒരു ശരിക്കൊരു ട്രെയിൻ വരികയാണ് എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യാണ്? അവിടുന്ന് ഓടുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? അതായത് ഒറിജിനൽ ട്രെയിനാണ്, വീഡിയോ കണ്ടിട്ട് ഒറിജിനൽ ട്രെയിനാണ് വരുന്നത് എന്ന് വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്യാണ്? ഓടുന്ന രംഗമാണ് ഇവിടെ കാർട്ടൂൺ പോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ആൻഡ് യു ക്യാൻ സീ 3 questions there. വാട്ട് ഡു യു സീ ഇൻ ദ കാർട്ടൂൺ? എന്താണ് നിങ്ങൾക്ക് ഈ കാർട്ടൂണിൽ കാണാൻ കഴിയുന്നത്? On this cartoon, a train pulled into a station coming directly at the viewers. അല്ലേ? ആ ഒരു വ്യൂവേഴ്സിനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ നേരെ എന്ത് വരുന്നു? ഒരു ട്രെയിൻ വരുന്നതായിട്ടാണ് ഈ കാർട്ടൂണിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. വാട്ട് ആർ ദി വ്യൂവേഴ്സ് ഡൂയിങ്? പ്രേക്ഷകർ എന്താ അവിടെ ചെയ്യുന്നത്? The scenes in the motion picture seemed quite real to the viewers. They were scared, thinking the train would come directly at them. So they panicked and ran out of the theater. അല്ലേ? ആ ഒരു സീന് കണ്ടപ്പോൾ അവർ വിചാരിച്ചു അവരിത് യഥാർത്ഥത്തിൽ ഒരു ട്രെയിന് വരികയാണെന്ന് വിചാരിച്ചു. എന്നിട്ടോ അവരാകെ പേടിച്ച് വേഗം തിയേറ്ററിൽ നിന്ന് എന്ത് ചെയ്യാണ്? ഓടാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഒരു ഇറങ്ങി ഓടുന്നതാണ് നമ്മൾ കാണുന്നത്. വാട്ട് ഡിഡ് ദേ എക്സ്പെക്ട് ടു ഹാപ്പൻ? എന്ത് സംഭവിക്കുമെന്നാണ് അവർ വിചാരിച്ചത്? The viewers thought the train would come right into the theater and knock them down. തീവണ്ടി നേരെ എവിടെ വരും? ഞങ്ങളുടെ നെഞ്ചത്തേക്ക് ഇങ്ങോട്ട് വരും എന്ന് വിചാരിച്ച് അവരാകെ ഇടിച്ച് വീഴ്ത്തുമെന്നൊക്കെ കരുതിയിട്ടാണ് എന്ത് ചെയ്തത്? എന്താണ് അവർ വിചാരിച്ചത്? തങ്ങളുടെ നേരെയാണ് ഈ ഒരു ട്രെയിൻ വരുന്നത് എന്നാണ് അവരെന്ത് ചെയ്തത്? വിചാരിച്ചത് അല്ലേ? ഓക്കെ. ഡു യു നോ അബൌട്ട് ലൂമിയർ ബ്രദേഴ്സ്? ലൂമിയർ ബ്രദേഴ്സിൻ്റെ ഒരു പിക്ചറാണ്, ഒരു 50 സെക്കൻഡ് വീഡിയോ ആണ് ഇവിടെ കാണിച്ചത് എന്ന് പറഞ്ഞു. ആരാ ലൂമിയർ ബ്രദേഴ്സ് എന്നറിയോ? Lumiere brothers, French inventors and pioneer manufacturers of photographic equipment who devised an early motion picture camera and a projector called cinematography. The word cinema is derived from the cinematography. സിനിമറ്റോഗ്രഫി എന്ന് പറയുന്ന ഒരു പ്രൊജക്ടറും ഒരു ക്യാമറയും ഉൾക്കൊള്ളുന്ന ഒരു ഉപകരണം ആദ്യമായിട്ട് ഉണ്ടാക്കിയ വ്യക്തികളാണ് ആര്? ലൂമിയർ ബ്രദേഴ്സ് എന്ന് പറയുന്നത്. ഇവരാണ് വീഡിയോ, ചലിക്കുന്ന ചിത്രത്തിന് ഒരു തുടക്കം കൊടുത്ത ആളുകൾ എന്ന് പറയുന്നത് ആരാണ്? ലൂമിയർ ബ്രദേഴ്സ് ആണ്. അതുപോലെ അവർ കണ്ടെത്തിയ ഒരു ഉപകരണത്തിൻ്റെ പേരാണ്, ഒരു ക്യാമറ ആൻഡ് പ്രൊജക്ടറിൻ്റെ പേരാണ് സിനിമറ്റോഗ്രഫി എന്ന് പറയുന്നത്. ഈ സിനിമ എന്ന് പറയുന്ന വേർഡ് ഉണ്ടായതും എന്തിൽ നിന്നാണ്? സിനിമറ്റോഗ്രഫി എന്ന് പറയുന്ന ഈ ഒരു വേർഡിൽ നിന്നാണ് എന്നും കൂടി മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. Now you got an idea about the beginning of the motion pictures. ഇത് ചലിക്കുന്ന ചിത്രം അല്ലെങ്കിൽ വീഡിയോൻ്റെ തുടക്കം എവിടെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ഒന്ന് ജസ്റ്റ് മനസ്സിലായി. Without wasting a minute, let's start the story, The Island. ഇനി നമുക്ക് തുടങ്ങാം. ഐലാൻഡ് എന്ന് പറയുന്ന സ്റ്റോറി തുടങ്ങാം. The Island is a African folktale describes a humorous incident that happened at a time when people hadn't even heard of many of the things like a mobile laptop that we use now. ദ ഐലാൻഡ് എന്ന് പറയുന്നത് ഒരു ആഫ്രിക്കൻ നാടോടി കഥകളാണ്. അവിടുത്തെ മുത്തശ്ശിമാർ അവിടുത്തെ പേരക്കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്ന തരത്തിലൊരു കഥയാണ് ഇത് ദ ഐലാൻഡ് എന്ന് പറയുന്നത്. ഇതിലെന്താ പറയുന്നത്?
ആ ആളുകൾക്ക്, അന്നത്തെ ആളുകൾ എന്ത് കണ്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. മൊബൈൽ ഫോണോ ലാപ്ടോപ്പോ മിറർ ചീർപ്പ് ഇങ്ങനത്തെ ഒരു സാധനങ്ങളും ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത കുറച്ച് ആളുകളുടെ കഥയാണ് ഏത് പറയുന്നത്, ദ ഐലാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഷാൽ വി സ്റ്റാർട്ട്? ഓക്കെ. ദി ഐലൻഡ്. We have mobile phones, laptops, smart boards, and many other gadgets today, which make our life easy and comfortable. But there was a time when people didn't have any of this. Do you have mobile phone, laptop, and smart boards, etc.? Yes, you have. We have mobile phones. നമുക്ക് എന്തുണ്ട്? മൊബൈൽ ഫോൺ ഉണ്ട്, ലാപ്ടോപ്സ് ഉണ്ട്, സ്മാർട്ട് ബോർഡ്സ് ഉണ്ട്, അങ്ങനത്തെ ഒരുപാട് ഗാഡ്ജറ്റ്സുകൾ നമ്മുടെ കൈകളിൽ ഇന്നുണ്ട് അല്ലേ? which make our life easy and comfortable, and all these gadgets make our life very easy and comfortable. ഈ എല്ലാ തരത്തിലുള്ള ഉപകരണങ്ങളും നമ്മളുടെ ലൈഫ് എന്താക്കുന്നു? ഈസി ആക്കി മാറ്റുന്നുണ്ട്. ബട്ട് there was a time when people didn't have any of this. പക്ഷെ ഇതൊന്നും ഇല്ലാതിരുന്ന ഒരു കാലവും ഉണ്ടായിരുന്നു. ആളുകളുടെ കയ്യിൽ മൊബൈൽ ഫോണോ ലാപ്ടോപ്പോ സ്മാർട്ട് ബോർഡ്സോ അങ്ങനത്തെ ഒരു തരത്തിലുള്ള ഗാഡ്ജറ്റ്സും ഇല്ലാതിരുന്നൊരു കാലവും ഉണ്ടായിരുന്നു. ദ ആഫ്രിക്കൻ ഫോക്ക് ടെയിൽ യു ആർ അബൌട്ട് ടു റീഡ് ഡിസ്ക്രൈബ് എ ഹ്യൂമറസ് ഇൻസിഡൻറ്റ് ദാറ്റ് ഹാപ്പൻഡ് അറ്റ് എ ടൈം വെൻ പീപ്പിൾ ഹാഡൻറ്റ് even heard of many of the things that we use now. And you are going to read an African folk tale. Folk tale means നാടോടി കഥകൾ. ടെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോറി എന്നാണ് അതിൻ്റെ അർത്ഥം. Folk tale means നാടോടി കഥകൾ. So you are going to read an African folk tale, and in this story describes a humorous incident. ഒരു തമാശ കഥയാണ് ഏതെന്ന് പറയുന്നത്, ദ ഐലൻഡ് എന്ന് പറയുന്ന നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ കഥ. That happened at a time when people hadn't even heard of many of the things that we use now. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിനെ കുറിച്ചോ ലാപ്ടോപ്പിനെ കുറിച്ചോ ഒന്നും ഇതുവരെ കേട്ടിട്ട് പോലും ഇല്ലാത്ത കുറച്ച് ആളുകളുടെ, എന്താ ഐലൻഡ് എന്ന് പറഞ്ഞാൽ? ദ്വീപ്, എ പീസ് ഓഫ് ലാൻഡ് സറൗണ്ടഡ് ബൈ വാട്ടർ അല്ലേ? വെള്ളത്തിനാൽ ചുറ്റപ്പെട്ട പ്രദേശത്തിനെയാണ് ഐലൻഡ് എന്ന് പറയുക. അത്തരത്തിലുള്ള ഒരു ഐലൻഡിൽ താമസിക്കുന്ന കുറച്ച് ആളുകളുടെ കഥയാണ് നമ്മൾ എവിടെ പഠിക്കുന്നത്? ഈ ഒരു സ്റ്റോറിയിൽ പഠിക്കുന്നത്. ആ ആളുകളുടെ പ്രത്യേകത എന്താ? മൊബൈൽ എന്താണെന്നോ ലാപ്ടോപ്പ് എന്താണെന്നോ അങ്ങനത്തെ ഒരു തരത്തിലുള്ള ഉപകരണങ്ങളും എന്താണെന്ന് ഇവർ ഇതുവരെ കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് അവർ സ്റ്റോറി. Long, long ago, a fisherman and his wife lived on an island. It was a lonely island. The people of the island led a quiet and simple life. They had no electricity, no phone, no television, no newspaper. They had no hairbrush nor mirrors either. The only way the islanders came to know about the world outside was through the ships that passed the island. The sailors in the ship threw all the worn-out toothbrushes, broken buckets, torn shoes, etc. into the sea. When these things came ashore, the people of the island collected them. What do you understand? Long, long ago, കുറേ കാലങ്ങൾക്ക് മുന്നിലെ, long, long ago, a fisherman and his wife lived on an island. എന്തുണ്ടായിരുന്നു? ഒരുപാട് പണ്ടൊരു ദ്വീപിലൊരു മുക്കുവനും അയാളുടെ ഭാര്യയും ജീവിച്ചിരുന്നു അല്ലേ? ഫിഷർമാൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അതിന് മുക്കുവൻ എന്ന് പറയും. So in an island there was a fisherman and his wife lived in an island. ഒരു ഐലൻഡിൽ ഒരു ഫിഷർമാനും അദ്ദേഹത്തിൻ്റെ വൈഫും കുറേ കാലങ്ങൾക്ക് മുന്നേ ജീവിച്ചിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് എ ലോൺലി ഐലൻഡ്. അതെങ്ങനെയുള്ള ഒരു ഐലൻഡാണ്? ഒരു ലോൺലി ഐലൻഡ്, ഒരു ഒറ്റപ്പെട്ട ദ്വീപായിരുന്നു. ആ ഒരു ദ്വീപിൻ്റെ ചുറ്റിപ്പറ്റിയിട്ട് എന്തില്ല, മറ്റു ദ്വീപുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഒരൊറ്റപ്പെട്ട ദ്വീപായിരുന്നു അത്. The people of the island led a quiet and a simple life. Quiet means ശാന്തമായിട്ടുള്ള, സിമ്പിൾ എന്ന് പറഞ്ഞാൽ ലളിതമായിട്ടുള്ള. The people of the island led a quiet and simple life. ആ ഒരു ദ്വീപിലെ ആളുകൾ എങ്ങനത്തെ ജീവിതമാണ് നയിക്കുന്നത്? വളരെ സിമ്പിളായിട്ടുള്ള ശാന്തമായിട്ടുള്ളൊരു ജീവിതമാണ് അവർ നയിക്കുന്നത്. They had no electricity, no phone, no television, no newspaper. And in that island there were no electricity.
നോ ഫോൺ, നോ ടെലിവിഷൻ ആൻഡ് നോ ന്യൂസ് പേപ്പർ. ആ ഒരു ഐലൻഡിൽ ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നില്ല, കറണ്ട് ഉണ്ടായിരുന്നില്ല, ഫോൺ ഉണ്ടായിരുന്നില്ല, ടെലിവിഷൻ ഉണ്ടായിരുന്നില്ല, ന്യൂസ് പേപ്പർ ഉണ്ടായിരുന്നില്ല. ഇങ്ങനത്തെ ഒരു സംഗതിയും ഇല്ലാത്തൊരു ദ്വീപായിരുന്നു അത്. They had no hairbrush nor mirrors either. They had no hairbrush. Hairbrush means comb, ചീർപ്പ്. അവർക്ക് ചീർപ്പ് ഉണ്ടായിരുന്നില്ല. And mirrors either. കണ്ണാടിയും മുഖം നോക്കാൻ അവർക്ക് എന്തും ഉണ്ടായിരുന്നില്ല, കണ്ണാടി പോലും ഉണ്ടായിരുന്നില്ല. The only way the islanders came to know about the world outside was through the ships that passed the island. The only way the islanders came to know about the world outside. വേൾഡ് ഔട്ട്സൈഡ് എന്ന് പറഞ്ഞാൽ പുറം ലോകം. പുറം ലോകത്തെക്കുറിച്ച് അവർ അറിയുന്നത് എങ്ങനെ മാത്രമാണ്? ത്രൂ ദി ഷിപ്സ് ദാറ്റ് പാസ്ഡ് ദി ഐലൻഡ്. ഈ ഒരു ദ്വീപിൻ്റെ അടുത്തു കൂടെ പോകുന്ന, അതിൻ്റെ അടുത്ത് കൂടെ എന്ത് പോകാറുണ്ട്? ഷിപ്പ്, കപ്പലുകൾ പോകാറുണ്ട്. ആ കപ്പലുകൾ പോകുന്നതിലൂടെയാണ് അവർ എന്തറിയുന്നത്? പുറം ലോകത്തെക്കുറിച്ച് അറിയുന്നത്. അതെങ്ങനെയാ? The sailors in the ship threw old worn-out toothbrushes, broken buckets, torn shoes, etc. into the sea. The sailors means കപ്പൽ യാത്രക്കാർ. In the ship threw old worn-out toothbrushes. worn out എന്ന് പറഞ്ഞാൽ ഡാമേജ്ഡ്, കേടുവന്ന, പഴകിയ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ കേടുവന്ന. ഈ കപ്പലിലുള്ള യാത്രക്കാർ എന്ത് ചെയ്യും? കേടുവന്ന സാധനങ്ങളൊക്കെ നേരെ എങ്ങോട്ടാണ് എറിയല്? കടലിലേക്കാണ് എറിയല്. എന്തൊക്കെ എറിയുക? ടൂത്ത് ബ്രഷ്, ബ്രോക്കൺ ബക്കറ്റ്സ്, ടോൺ ഷൂസ്, എക്സെട്ര. അവർ ഉപയോഗിച്ച് പഴകിയ ടൂത്ത് ബ്രഷ് അവർ കടലിലേക്ക് എറിയും. ബ്രോക്കൺ ബക്കറ്റ്സ്, പൊട്ടിയ ബക്കറ്റുകളൊക്കെ കടലിലേക്ക് എറിയും. ടോൺ ഷൂസ്, കീറിപ്പറഞ്ഞ ഷൂ ഒക്കെ അവർ കടലിലേക്കാണ് എറിയുന്നത്. അതൊക്കെ എന്ത് ചെയ്യും? വെൻ ദീസ് തിങ്സ് കെയിം അഷോർ. അഷോർ മീൻസ് തീരം. When these things came ashore, the people of the island collected them. When these things like toothbrush, broken buckets, torn shoes came ashore, the people of the island collected them. ഇതൊക്കെ തീരത്ത് വന്ന് അടിയുമ്പോൾ അതൊക്കെ ആര് പെറുക്കിയെടുക്കും? ആ ഒരു ദ്വീപിലെ ആളുകളാണ് അതൊക്കെ എടുക്കുന്നത്. അങ്ങനെ എടുക്കുന്നതിലൂടെയാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് ഒരു ധാരണയെങ്കിലും, അത് എന്താണെന്ന് അറിയില്ലെങ്കിലും ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ട് എന്നുള്ളത് ആർക്ക് മനസ്സിലാവുന്നത്? ഈ ദ്വീപിലെ ആളുകൾക്ക് മനസ്സിലാവുന്നത്. അപ്പം എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? There was a island and long ago a fisherman and his wife lived on an island and there had no electricity, no phone, no television, no newspaper. അല്ലേ? ഒരു ദ്വീപുണ്ടായിരുന്നു, അവിടെ ഒരു മുക്കുവനും അയാളുടെ ഭാര്യയും ജീവിച്ചിരുന്നു. ആ ദ്വീപിലെ ആളുകൾക്ക് എന്തുണ്ടായിരുന്നില്ല? വൈദ്യുതിയോ ഫോണോ മറ്റു സൗകര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആൻഡ് ഈവൻ ദേ ഹാഡ് നോ എയർ ബ്രഷ് നോർ മിറേഴ്സ് ഈതർ. മുടി ചീകാനുള്ള ചീർപ്പോ മുഖം നോക്കാനുള്ള കണ്ണാടിയോ ഒന്നും തന്നെ അവർക്ക് ഉണ്ടായിരുന്നില്ല. ആൻഡ് ദ ഓൺലി വേ ദ ഐലാൻഡേഴ്സ് കെയിം ടു നോ അബൌട്ട് ദി വേൾഡ് ഔട്ട്സൈഡ് ത്രൂ ദി ഷിപ്പ് ദാറ്റ് പാസ്ഡ് ദി ഐലാൻഡ്. ആ ഒരു ഐലാൻഡിനെ ചുറ്റി പോകുന്ന കപ്പലിലൂടെയാണ് അവരെന്ത് ചെയ്യുന്നത്? പുറം ലോകത്തെക്കുറിച്ച് അറിയുന്നത്. ആൻഡ് ദി sailors in the ship threw all the worn out materials into the sea and the islanders collected them when the things came ashore. അല്ലേ? കപ്പലിൽ നിന്നും എറിയുന്ന ആ സാധനങ്ങളൊക്കെ തീരത്ത് വരുന്ന സമയത്ത് ഇവരത് എന്ത് ചെയ്യും? പെറുക്കി എടുക്കും. അങ്ങനെയാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളൊരു ധാരണയെങ്കിലും ഇവർക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ് പാർട്ട്, ഫാദർ കംസ് അലൈവ്. One day the fisherman was walking along the seashore. After the death of his father, it was for the first time he was going out. Oh, my father, how loving he was, he thought. Never can I see him again. Suddenly, a flash of light fell on his eyes. Something shining was lying on the sand. He picked it up and looked at it. He had never seen such a thing before. He saw a face in it. He was scared. He threw it away. But after a while, he walked towards it again and he picked it up and saw the face in it again. He had never seen his own face before. He thought it was his father's face. He was very happy. He thanked God for sending his father's picture. He smiled at the picture. What a surprise! It smiled back. He turned the mirror to see if his father was behind it.
but he could not see anyone. Once more he turned it to his face. Oh, my loving father, he spoke to his father. His father's lip moved, but he heard nothing. He became sad. He cried. His father too seemed to cry. He held the mirror close to his heart and went home. Okay. Father comes alive. അച്ഛൻ ജീവനോടെ തിരിച്ചു വരുന്നു അല്ലേ? അച്ഛൻ ജീവനോടെ തിരിച്ചു വരുന്നു എന്നുള്ള അർത്ഥത്തിൽ ഫാദർ കംസ് അലൈവ്. One day the fisherman was walking along the seashore, and one day we already said that there was a fisherman and his wife, and the same fisherman was walking along the seashore one day. ആ ഫിഷർമാൻ ഒരു ദിവസം എന്ത് ചെയ്യായിരുന്നു? കടൽ തീരത്ത് കൂടെ ഇങ്ങനെ നടക്കുകയായിരുന്നു. After the death of his father, it was for the first time he was going out. That means the fisherman's father has died already. അല്ലേ? നേരത്തെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഫാദർ മരിച്ചിട്ടുണ്ട്. ഈ അടുത്താണ് മരിച്ചത്. After the death of his father, it was for the first time he was going out. ഫാദർ മരിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ഇപ്പോൾ കടൽ തീരത്തേക്കൊക്കെ ഒന്ന് വരുന്നത്. Oh, my father, how loving he was, he thought. Never can I see him again. Oh, my father, how loving he was. എൻ്റെ പ്രിയപ്പെട്ട അച്ഛ എന്തായിരുന്നു? ഹൗ ലവിങ് ഹി വാസ്. എത്ര സ്നേഹനിധിയായിരുന്ന ഒരു അച്ഛനായിരുന്നു, ഒരു ഫാദർ ആയിരുന്നു അദ്ദേഹം. അയാളിങ്ങനെ വിചാരിക്കുകയാണ്, നമ്മുടെ ഫിഷർമാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. നെവർ ക്യാൻ ഐ സീ ഹിം അഗെയിൻ. എനിക്കിനി ഒരിക്കലും അദ്ദേഹത്തെ കാണാൻ കഴിയില്ല. Suddenly a flash of light fell on his eyes. Something shining was lying on the sand. Suddenly the fisherman saw something is shining on the sand. A flash of light fell on his eyes. പെട്ടെന്നൊരു പ്രകാശം, ഒരു ഫ്ലാഷ് ഓഫ് ലൈറ്റ് ഫെൽ ഓൺ ഹിസ് ഐസ്. ഒരു പ്രകാശം വന്നിട്ട് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ തട്ടി. ആൻഡ് സംതിങ് ഷൈനിങ് മീൻസ് ഗ്ലിറ്റർ, തിളങ്ങുക. സംതിങ് ഷൈനിങ് വാസ് ലൈയിങ് ഓൺ ദി സാൻഡ്. തിളങ്ങുന്ന എന്തോ ഒരു സാധനം ആ ഒരു മണലിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. സാൻഡ് എന്ന് പറഞ്ഞാൽ മണൽ. He picked it up and looked at it. The fisherman picked that shining thing and looked at it. ആ തിളങ്ങുന്ന സാധനം എടുത്തിട്ട് അതിലേക്ക് ആര് നോക്കി? ഫിഷർമാൻ ഇങ്ങനെ നോക്കി. He had never seen such a thing before. The fisherman had never seen എന്ന് പറഞ്ഞാൽ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. A thing like that before. ഇതുപോലൊരു സാധനം ഇന്നേ വരെ ആര് കണ്ടിട്ടില്ല? നമ്മുടെ ഫിഷർമാൻ കണ്ടിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല. He saw a face in it. And after looked at the thing, he saw a face in it. ആ ഒരു സാധനത്തിലേക്ക് നോക്കിയ സമയത്ത് അദ്ദേഹം ഒരു മുഖം കണ്ടു. ആ ഒരു സാധനത്തിലൊരു മുഖം കണ്ടു. He was scared. Scared means fear, പേടിക്കുക. When he saw a face in that thing, he was scared. ആ ഒരു വസ്തുവിലൊരു മുഖം കണ്ട സമയത്ത് അദ്ദേഹം ആകെ പേടിച്ചു. ആൻഡ് ഹി ത്രൂ ഇറ്റ് അവേ. വെൻ ഹി സോ ദ ഫേസ് ഇൻ ഇറ്റ്, ഹി വാസ് സ്കെയർഡ് ആൻഡ് ത്രൂ ദ തിങ് അവേ. ത്രൂ മീൻസ് എറിഞ്ഞു. ഒരു മുഖം അതിൽ കണ്ട സമയത്ത്, അതിൻ്റെ പ്രതലത്തിൽ കണ്ട സമയത്ത് അതെടുത്തൊരൊറ്റ ഏറങ്ങ് വെച്ചു കൊടുത്തു. ബട്ട് ആഫ്റ്റർ എ വൈൽ ഹി വാക്ക്ഡ് ടുവാർഡ്സ് ഇറ്റ് അഗെയിൻ. ബട്ട് ആഫ്റ്റർ എ മിനിറ്റ്, കുറച്ച് സമയത്തിന് ശേഷം, ഹി വാക്ക്ഡ് ടുവാർഡ്സ് ദാറ്റ് തിങ് അഗെയിൻ. നേരെ എന്തിൻ്റെ അടുത്തേക്ക് തന്നെ ചെല്ലുകയാണ്? അതിൻ്റെ അടുത്തേക്ക് തന്നെ ചെന്നു. ഹി അഗെയിൻ പിക്ഡ് ഇറ്റ് അപ്പ് ആൻഡ് സോ ദ ഫേസ് ഇൻ ഇറ്റ് അഗെയിൻ. ഹി അഗെയിൻ പിക്ഡ് ദാറ്റ് തിങ് ആൻഡ് സോ ദ ഫേസ് ഇൻ ഇറ്റ് അഗെയിൻ. വീണ്ടും ചെന്നിട്ട് ആ വസ്തു എടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അദ്ദേഹം വീണ്ടും ഒരു മുഖം അതിൽ കാണുകയാണ്. ആ ഒരു ഇതിൽ കണ്ടോ? യു ക്യാൻ സീ ദ പിക്ചർ ഹിയർ. ദ ഫിഷർമാൻ ഈസ് ലുക്കിംഗ് അറ്റ് ദി thing, and now you may have understood that what that thing is. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അയാൾക്ക് എടുത്ത സംഗതി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? യെസ്, ദ മിറർ. ഒരു മിററാണ് അദ്ദേഹത്തിന് കിട്ടിയത്. പക്ഷേ മിറർ എന്ന് പറയുന്നത് ഈ ഫിഷർമാൻ എന്ത് ചെയ്തിട്ടില്ല? ഇന്നേ വരെ ആ ഒരു ഐലാൻഡിലെ ആളുകൾ കണ്ടിട്ട് പോലും ഇല്ലാത്തത് കൊണ്ട് ഇതൊരു മിററാണ് എന്നും അവനവൻ്റെ മുഖം നോക്കുന്ന സാധനമാണെന്നുള്ളതും എന്തറിയില്ല, ഈ നാട്ടിലുള്ള ആളുകൾക്ക് അറിയില്ലല്ലോ. ആ ഒരു അവസ്ഥയിൽ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു? ആ ഒരു വസ്തുവിലേക്ക് നോക്കുന്ന സമയത്തൊരു മുഖം അതിൽ കാണുന്നു. എന്നിട്ട് അദ്ദേഹം ആകെ പേടിച്ചിട്ട് അത് എറിയാണ്. അങ്ങനെ എറിഞ്ഞതിന് ശേഷം വീണ്ടും പോയി എടുക്കുന്നു. പിന്നെയും അവിടെ എന്ത് കാണുന്നു? ഒരു മുഖം കാണുന്നു.
He had never seen his own face before. തൻ്റെ മുഖം ഫിഷർമാൻ്റെ മുഖം ഇന്നേ വരെ എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ട് പോലുമില്ല. ഈ ഹാഡ് നെവർ സീൻ ഹിസ് ഓൺ മീൻസ് സ്വന്തം, ഓൺ ഫേസ് ബിഫോർ. ഇതിനു മുന്നേ തൻ്റെ മുഖം ആര് കണ്ടിട്ടില്ല, ഫിഷർമാൻ കണ്ടിട്ടില്ല. He thought it was his father's face. That's why the fisherman thought it was his father's face. അതുകൊണ്ട് തന്നെ ഫിഷർമാൻ വിചാരിക്കുകയാണ് ഇത് ആരുടെ മുഖമാണ്, മരിച്ചുപോയ തൻ്റെ ഫാദറിൻ്റെ മുഖമാണ് എന്ന് ഫിഷർമാൻ വിചാരിച്ചു. He was very happy. After seeing the father's face, he became very happy. തൻ്റെ ഫാദറിൻ്റെ മുഖം കണ്ട സമയത്ത് ഫിഷർമാൻ ഒരുപാട് സന്തോഷമായി, അല്ലേ? എന്ന് വെച്ചാൽ ഫിഷർമാൻ്റെ മുഖവും ഫാദറിൻ്റെ മുഖവും ഏകദേശം എന്താണ്, സെയിം ആണ്. He thanked God for sending his father's picture. And he thanked the Almighty God for sending his father's picture. തൻ്റെ ഫാദറിൻ്റെ പിക്ചർ അയച്ചു തന്നതിന് ദൈവത്തിനോട് അദ്ദേഹം ഒരുപാട് നന്ദി പറഞ്ഞു. He smiled at the picture. And he smiled at the picture. ആ ഒരു പിക്ചറിലേക്ക് നോക്കി അദ്ദേഹം ചിരിച്ചു. What a surprise. It smiled back. When he smiled at the thing, it smiled back. അദ്ദേഹത്തിൻ്റെ സർപ്രൈസ് ആക്കിക്കൊണ്ട്, അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്തു, ആ പിക്ചറും ചിരിച്ചു. നമുക്കറിയാം അത് കണ്ണാടിയാണ്, കണ്ണാടി നോക്കി നമ്മൾ എന്ത് കാട്ടിയാലും അതേപോലെ അതിൽ പ്രതിബിംബം ഉണ്ടാവും നമുക്കറിയാലേ. പക്ഷെ അത് ആർക്കറിയില്ല, ഫിഷർമാൻ അറിയില്ല. ആൻഡ് when he smiled at the picture, it smiled back. അദ്ദേഹം അതിൻ്റെ നോക്കി ചിരിച്ച സമയത്ത് തിരിച്ചും ചിരിച്ചു. He turned the mirror to see if his father was behind it. He turned the mirror. അത് ആ കണ്ണാടി ഒന്ന് തിരിച്ചു. To see if his father was behind it. Behind means back, പിറകിൽ. കണ്ണാടി അദ്ദേഹം ഒന്ന് പുറകിലേക്ക് തിരിച്ചു നോക്കി, ആ പിറകിലെങ്ങാനും ഫാദർ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. But he could not see anyone. പക്ഷെ അവിടെ ആരെങ്കിലും കാണാൻ കഴിഞ്ഞോ? അദ്ദേഹത്തിന് ആരെയും അവിടെ കാണാൻ കഴിഞ്ഞില്ല. Once more he turned it to his face. Once again he turned the mirror into his face. വീണ്ടും കണ്ണാടി തൻ്റെ നേരെ തന്നെ ആര് പിടിച്ചു? ഫിഷർമാൻ പിടിച്ചു. Oh, my loving father. He spoke to his father. And after a smile he started to speak to his father. അല്ലേ? ആദ്യം ഒന്ന് ചിരിച്ചു, ഇപ്പം എന്ത് ചെയ്യാൻ തുടങ്ങുകയാണ്, സംസാരിക്കാൻ തുടങ്ങുകയാണ്. Oh, my loving father. എൻ്റെ ലവിങ് ഫാദർ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട, എൻ്റെ ഏറ്റവും സ്നേഹനിധിയായ ഫാദർ. He spoke. His father's lips moved, but he heard nothing. The fisherman saw that his father's lips also moving. ആ ഫിഷർമാൻ അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് എന്ത് കാണുന്നുണ്ട്? ഫാദറും എന്തോ സംസാരിക്കുന്ന പോലെ അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹത്തിൻ്റെ ചുണ്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട്? മൂവിങ്, ചലിക്കുന്നുണ്ട്. ബട്ട് ദ ഫിഷർമാൻ ഹേർഡ് നത്തിങ്. പക്ഷെ ഫിഷർമാൻ ഒന്നും കേട്ടില്ല. He became sad. When he didn't hear anything from the father, he became sad. ഫാദറിൽ നിന്നും ഒന്നും കേൾക്കാതായപ്പോൾ അദ്ദേഹത്തിന് ആകെ സങ്കടമായി. He cried. അയാൾ അവിടെ നിന്ന് ഒരുപാട് കരഞ്ഞു. His father too seemed to cry. When the fisherman started to cry, his father too seemed to cry. ഇയാൾ കരയാൻ തുടങ്ങിയപ്പോൾ ആരും കരയാൻ തുടങ്ങി? ഫാദറും, അതായത് ആ ഒരു പ്രതിബിംബവും കരയാൻ തുടങ്ങി. He held the mirror close to his heart and went home. And he held means ചേർത്ത് പിടിക്കുക. He held the mirror close to his heart and went home. Fisherman held that mirror close to his heart and went home. തൻ്റെ ഹൃദയത്തോട് ആ മിറർ ചേർത്ത് പിടിച്ചിട്ട് അദ്ദേഹം എങ്ങോട്ട് പോകുന്നു? തൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോകുന്നു. The fight. ഇനിയൊരു ഫൈറ്റാണ് നടക്കാൻ പോകുന്നത്. ആര് തമ്മിലുള്ള ഫൈറ്റാണ് നോക്കാം. The fisherman reached home and called his wife in excitement. See, who is there in it? He showed her the mirror. She looked eagerly into it. She saw the face of a woman in it. Oh, my mother! She looked so young. She was thrilled. Where did you get this thing from? Mother? Whose mother? The fisherman turned the mirror towards his face. It's my father. She grabbed the mirror from him and looked into it again. Are you joking? It's my mother.
she cried out. The man was annoyed and snatched the mirror from her hands. He looked at it again to assure himself that it was his father. There is something wrong with you. You are going crazy. I will never show you this again, he said. His wife tried to grab the mirror from him. The fisherman held on to it. They started battling for the mirror. The mirror fell down on the floor and broke into pieces. They stopped fighting and looked at the pieces, and the pieces reflected their images. You can see in the picture, right? Okay. The fight. The fisherman reached home and called his wife in excitement. And finally, the fisherman reached home and called his wife in excitement. Excitement means അത്ഭുതത്തോട് കൂടിയിട്ട്, ആകാംക്ഷയോട് കൂടിയിട്ട് വൈഫിനെ എന്ത് ചെയ്യാണ്, വിളിക്കുകയാണ്. സി ഹു ഈസ് ദർ ഇൻ ഇറ്റ്. നോക്ക്, ഇവിടെ ആരുള്ളത് നോക്ക്. ഹു ഈസ് ദർ ഇൻ ഇറ്റ്. ഇതിൽ എന്താ ഉള്ളത്, ആരാ ഉള്ളത് നോക്ക്. He showed her the mirror, and the fisherman showed the mirror to the wife. എന്നിട്ട് ആ മിറർ ആരെ നേരെ തിരിക്കുന്നു, വൈഫിന് നേരെ തിരിക്കുന്നു. She looked eagerly into it. Eagerly means very interestingly, ആകാംക്ഷയോട് കൂടിയിട്ട്, താല്പര്യത്തോട് കൂടിയിട്ട് അതിലേക്ക് നോക്കി, മിററിലേക്ക് നോക്കി. സ്വാഭാവികമായിട്ടും മിറർ ഇപ്പോൾ വൈഫിനെ നേരെ പിടിച്ചിരിക്കുകയാണ്. അതിലേക്ക് നോക്കുമ്പോൾ ആരെയെ കാണാം, വൈഫിൻ്റെ മുകളിലേക്കാണ്. പക്ഷെ വൈഫിന് അറിയില്ല അത് ആരാണ്, താൻ തന്നെയാണെന്നുള്ളത് വൈഫിന് അറിയോ, ഇല്ല. She looked eagerly into it. She saw the face of a woman in it. And the fisherman's wife saw a face of a woman in it. ഫിഷർമാൻ്റെ വൈഫ് എന്ത് കാണുന്നു, ഒരു സ്ത്രീയുടെ മുഖം അതിൽ കാണുന്നു. Oh my mother, she looks so young. എന്നിട്ട് പറയണത്, oh my mother. The fisherman's wife thought that it was her mother. ഫിഷർമാൻ്റെ വൈഫ് വിചാരിക്കണത് ആരാണ് എന്ന്, അവരുടെ മദറാണ് എന്നാണ് വിചാരിച്ചത്. Oh my mother, she looks so young. അവളെ കാണാൻ എന്താണ്, വളരെ ചെറുപ്പമാണ്. അമ്മയെ കാണാൻ വളരെ ചെറുപ്പമാണ്. She looks so young. She was thrilled. Thrilled means ഒരുപാട് സന്തോഷം, very happy. Where did you get this thing from? ഇത് എവിടുന്നാ കിട്ടിയത്? Where did you get this thing from? എന്നാരോട് ചോദിച്ചു, ഫിഷർമാനോട്. ഫിഷർമാൻസ് വൈഫ് asked the fisherman where he got that thing from. And mother, whose mother? മദറോ, ആരുടെ മദർ എന്നാര് ചോദിച്ചു, ഫിഷർമാൻ ചോദിച്ചു. ഫിഷർമാൻ കാണുമ്പോൾ അതിൽ ആരാണുള്ളത്, ഫാദർ ആണുള്ളത് അല്ലേ. മദർ, ഹൂസ് മദർ, അമ്മയോ, ആരുടെ അമ്മ. The fisherman turned the mirror towards his face. And the fisherman turned the mirror towards his face. ഇതും പറഞ്ഞുകൊണ്ട് വീണ്ടും മിറർ ആരുടെ നേരെ തന്നെ തിരിക്കുന്നു, ഫിഷർമാൻ്റെ മുഖത്തേക്ക് തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. It's my father. ഇതെൻ്റെ ഫാദറാണ്. It's my father. And she grabbed the mirror from him and looked into it again. She grabbed. Grab means തട്ടിപ്പറിക്കുക. She grabbed the mirror from him and looked into it again. The fisherman's wife grabbed, തട്ടിപ്പറിച്ചു എന്ത്, the mirror from him and looked into it again. തൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്നും ഈ മിറർ തട്ടിപ്പറിച്ചുകൊണ്ട് വീണ്ടും ആ കണ്ണാടിയിലേക്ക് ഇങ്ങനെ നോക്കി. Are you joking? It's my mother, she cried out. Are you joking? നിങ്ങളെന്താ തമാശ പറയുകയാണോ? Are you joking? It's my mother. It is my mother. ഇത് എൻ്റെ മദറാണ്. She cried out. Cried out means ഒച്ച വയ്ക്കുക, നിലവിളിക്കുക. The man was annoyed and snatched the mirror. The man was annoyed. Annoyed means ദേഷ്യപ്പെടുക. Annoyed means ദേഷ്യപ്പെടുക. And snatched. Snatched means grab, തട്ടിപ്പറിക്കുക. Snatched means തട്ടിപ്പറിക്കുക. The man was annoyed and snatched the mirror from her hands. അയാൾ ദേഷ്യപ്പെട്ടിട്ട് എന്ത് ചെയ്തു, കണ്ണാടി വീണ്ടും വൈഫിൽ നിന്നും തട്ടിപ്പറിച്ചു. He looked at it again to assure himself that it was his father. And the fisherman again looked at the mirror. എന്നിട്ട് വീണ്ടും ഫിഷർമാൻ എങ്ങോട്ടാണ് നോക്കുന്നത്, കണ്ണാടിയിലേക്ക് തന്നെ നോക്കി. എന്തിനു വേണ്ടിയിട്ട്, to assure. Assure means ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്. Assure means ഉറപ്പുവരുത്തുക.
ടു അഷ്വർ ഹിംസെൽഫ് ദാറ്റ് ഇറ്റ് വാസ് ഹിസ് ഫാദർ. ഇത് തൻ്റെ ഫാദർ തന്നെയാണെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഒന്നുകൂടി കണ്ണാടിയിലേക്ക് നോക്കി. There is something wrong with you. You are going crazy. I will never show you this again, he said. There is something wrong with you. നിനക്ക് എന്തോ കുഴപ്പമുണ്ട് കേട്ടോ. ഭാര്യനോട് പറയാണ് ഫിഷർമാൻ, നിനക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട് കേട്ടോ. There is something wrong with you. You are going crazy. നിനക്ക് എന്താ പ്രാന്തണ്ടോ എന്ന് ചോദിച്ചു. You are going crazy. നിനക്ക് വട്ടായി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളെന്താ, നിനക്കെന്തോ തകരാറുണ്ട്, നിനക്കെന്തോ വട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. യു ആർ ഗോയിങ് ക്രേസി. ഐ വിൽ നെവർ ഷോ യു ദിസ് അഗെയിൻ. ഇനി ഞാൻ ഒരിക്കലും നിനക്കിത് കാണിച്ചു തരുക പോലുമില്ല. ഐ വിൽ നെവർ ഷോ യു ദ മിറർ വൺസ് അഗെയിൻ. ഇനി ഒരിക്കലും ഞാൻ നിനക്ക് എന്ത് ചെയ്തില്ല, ഈ വസ്തു, അതായത് മിറർ കാണിച്ചു തരില്ല. His wife tried to grab the mirror from him. And his wife tried to grab means തട്ടിപ്പറിക്കുക, snatch the mirror from him. എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്നും ആ മിറർ ഒന്നും കൂടി തട്ടിപ്പറിക്കാൻ നോക്കി. The fisherman held on to it, but the fisherman was holding that mirror very tightly. പക്ഷെ ആ സമയത്ത് ഫിഷർമാൻ എന്ത് ചെയ്തിരിക്കുകയായിരുന്നു? ആ മിറർ നല്ല ടൈറ്റായിട്ട് പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. They started battling for the mirror. And finally they started battling. Battling means തല്ലുകൂടുക, വഴക്കുണ്ടാക്കുക, പിടിയും വലിയും കൂടുക എന്നൊക്കെ പറയില്ലേ. They started battling for the mirror. ആ ഒരു മിററിന് വേണ്ടിയിട്ട് ഈ ഫിഷർമാൻ്റെ വൈഫും പിടിയും വലിയും കൂടി. The mirror fell down on the floor and broke into pieces. But finally the mirror fell down. Fell down means താഴെ വീണു. But the mirror fell down on the floor and broke into pieces. അങ്ങനെ അവസാനം ആ ഒരു ബാറ്റ്ലിങ്ങിൻ്റെ അവസാനം മിറർ താഴെ വീണ് എന്ത് ചെയ്തു? ബ്രോക്ക് ഇൻ ടു പീസസ്. ഒരുപാട് കഷണങ്ങളായിട്ട് ചിതറി. They stopped fighting and looked at the pieces. And finally they stopped fighting. After the mirror fell down on the floor and broke into pieces, they stopped fighting for the mirror. മിറർ താഴെ വീണ് പീസ് ആയതോടുകൂടി അവർ ഫൈറ്റൊക്കെ നിർത്തി കേട്ടോ. ആൻഡ് ലുക്ക്ഡ് അറ്റ് ദി പീസസ്. എന്നിട്ട് ആ കണ്ണാടി ചില്ലുകളിലേക്ക് ഇങ്ങനെ നോക്കി. The pieces reflected their images. And the fisherman and the fisherman's wife saw, or the pieces reflected their images. ആ ഒരു കഷ്ണങ്ങളിൽ ഫിഷർമാനെയും അതുപോലെ തന്നെ തൻ്റെ വൈഫിനെയും ആ ഒരു പിക്ചറിൽ കാണുന്നു. ഫിഷർമാൻ്റെ വൈഫിനെയും അതുപോലെ ഫിഷർമാനെയും ആ ഒരു മിററിൽ എന്ത് ചെയ്യുന്നു? റിഫ്ലക്റ്റ്, അതിൽ പ്രതിബിംബം ഇങ്ങനെ കാണുന്നു. യു ക്യാൻ സീ ഇൻ ദ പിക്ചർ, റൈറ്റ്? സോ ദിസ് ഈസ് ദ സ്റ്റോറി, ദ ഐലൻഡ്. Okay, my dear students, now you got an idea about the story, the island. It's an African folk tale, deals about the people who had never seen most of the things that we use now. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും, മൊബൈലും ചീർപ്പും അടക്കമുള്ള പല സാധനങ്ങളും ഇന്നേവരെ കണ്ടിട്ട് പോലും ഇല്ലാത്ത കുറച്ച് ആളുകളുടെ കഥയാണ് ഏത് പറയുന്നത്? ദ ഐലാൻഡ് എന്ന് പറയുന്ന ഈ ഒരു കഥ പറയുന്നത്. Okay, I'm going to wind up here. Thank you.